നമ്മുടെ മാത്സിന്റെ 2024 ആനുവൽ എക്സാം ചോദ്യ പേപ്പർ നമുക്ക് നോക്കിയാലോ. നമുക്കിടയിൽ മാത്സിന്റെ എക്സാം കഴിഞ്ഞ വിദ്യാർത്ഥികളുണ്ട് അല്ലേ, അവരെ ചോദ്യ പേപ്പർ ആയിട്ടാണ് മാഷ് എത്തിയിട്ടുള്ളത്. പിന്നെ മാത്സിന്റെ എക്സാം നടക്കുന്നവരുണ്ട്, അവർക്കും ഒരുപോലെ ഉപയോഗപ്പെടുന്ന വീഡിയോ ആയിരിക്കും ഇത്. കാരണം അവർക്കും ഇതേ രൂപത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും മിക്കവാറും വരിക. അപ്പൊ ഇതിലുള്ള ഓരോ ചോദ്യങ്ങളും കൃത്യമായിട്ടും എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമുക്ക് എന്തായാലും ഏറ്റവും ആദ്യത്തെ പ്രവർത്തനത്തിലോട്ട് കിടക്കാം. ആദ്യത്തെ പ്രവർത്തനം വന്നിരിക്കുന്നത് നമ്മുടെ പാർട്ട് നമ്പർ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഫ്രാക്ഷൻ ഭിന്നസംഖ്യയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഏറ്റവും ആദ്യം വന്നിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ പ്രവർത്തനം വന്നത് ചുറ്റളവും പരപ്പളവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ പെരിമീറ്ററും അതുപോലെ ഏരിയയുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രവർത്തനം നമ്മുടെ ഇൻസൈഡ് നമ്പേഴ്സ്, സംഖ്യകൾക്കുള്ളിൽ നിന്നുള്ള പാർട്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതുപോലെ നാലാമത്തെ ആക്ടിവിറ്റി അതും ഇൻസൈഡ് നമ്പേഴ്സ്, സംഖ്യകൾക്കുള്ളിൽ നിന്നുള്ള പാഠം തന്നെയാണ് വന്നത്. അടുത്തത് അഞ്ചാമത്തെ ആക്ടിവിറ്റി മൾട്ടിപ്ലിക്കേഷൻ, ഗുണനായിട്ട് ബന്ധപ്പെട്ടതാണ് അഞ്ചാമത്തെ ആക്ടിവിറ്റി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ആറാമത്തെ ആക്ടിവിറ്റി നമ്മുടെ ബാർ ഗ്രാഫ്, ബാർ ഡയഗ്രമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ ആറാമത്തെ ആക്ടിവിറ്റി, ചതുരചിത്രം അതായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ ഏറ്റവും അവസാനത്തെ ഏഴാമത്തെ ആക്ടിവിറ്റി വീണ്ടും നമ്മളെ ബൈയുള്ള നമ്പേഴ്സ്, ഫ്രാക്ഷൻ, ഭിന്നസംഖ്യകൾ, പാർട്ട് നമ്പറിന് വരുന്നതാണ് നമ്മുടെ ഏഴാമത്തെ ആക്ടിവിറ്റി കേട്ടോ. അപ്പോൾ ഇതാണ് ഈ കഴിഞ്ഞ മാത്സിന്റെ എക്സാം കഴിഞ്ഞവരുടെ ചോദ്യപേപ്പർ. ഇതേ രൂപത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ഇനി എക്സാം നടക്കാൻ പോകുന്നവർക്ക് ഉണ്ടാവുക. അപ്പോൾ ഈ ചോദ്യപേപ്പറിലുള്ള എല്ലാ ചോദ്യങ്ങളും കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ എക്സാം ഇനിയും കുറേ ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണ് ഇനി എക്സാം നടക്കാൻ വേണ്ടി പോകുന്നവർക്ക്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇന്ന് വൈകുന്നേരം 7:00 ലൈവ് നടക്കുന്നത്. ആരും ലൈവ് മിസ്സാക്കാതിരിക്കുക, എല്ലാവരും കൃത്യമായിട്ട് ലൈവിൽ ജോയിൻ ചെയ്യാം കേട്ടോ. നമുക്കിനി ലൈവിൽ കാണാം. ബൈ ബൈ.